ഇത് പടിഞ്ഞാറ്റിങ്കര ശ്രീ മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പടിഞ്ഞാറേക്ക് ദർശനം നൽകുന്ന പരമേശ്വരന്റെ ചൈതന്യമുള്ള ശിവലിംഗമാണ്. കേരളത്തിലെ മിക്ക ശിവക്ഷേത്രങ്ങളും കിഴക്കോട്ട് ദർശനം നൽകുന്നതാണ്. എന്നാൽ പടിഞ്ഞാറോട്ട് ദർശനം നൽകുന്ന ശിവപ്രതിഷ്ഠയ്ക്ക് കൂടുതൽ ചൈതന്യമുണ്ടെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിക്കപ്പെട്ടതിന് പിന്നിലുള്ള ഐതിഹ്യങ്ങളിൽ ഒന്ന് ഇങ്ങനെയാണ്. പണ്ട് കൊട്ടാരക്കര ഭരിച്ചിരുന്ന ഇളയടത്ത് സ്വരൂപത്തിലെ രാജാവായിരുന്ന വീരകേരളവർമ്മ കടുത്ത ശിവഭക്തനായിരുന്നു. എല്ലാ വർഷവും അദ്ദേഹം മുടങ്ങാതെ കാശിയിൽ പോയി വിശ്വനാഥനെ ദർശിക്കുമായിരുന്നത്രേ. ഒരിക്കൽ കാശി ദർശനം കഴിഞ്ഞ് മടങ്ങിവന്ന മഹാരാജാവ് ഇന്നത്തെ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥാനത്ത് തന്റെ ഓലക്കുട വെച്ച് വിശ്രമിക്കുകയായിരുന്നു. വിശ്രമശേഷം തമ്പുരാൻ തന്റെ ഓലക്കുട എടുക്കാൻ നോക്കിയെങ്കിലും അതവിടെ ഉറച്ചുപോയതായി കണ്ടു. പരമേശ്വരന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായതിനാലാണ് ആ ഓലക്കുട അവിടെ ഉറച്ചുപോയതെന്ന് തമ്പുരാൻ വിശ്വസിച്ചു. പിന്നീട് ആ സ്ഥാനത്ത് തമ്പുരാൻ പടിഞ്ഞാറേക്ക് ദർശനം നൽകുന്ന ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് വട്ട ശ്രീകോവിൽ പണികഴിപ്പിച്ചുവെന്നാണ് ഐതിഹ്യം. കേരളീയ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമാണ് ഈ ക്ഷേത്രം. ശ്രീ പരശുരാമൻ കേരളത്തിൽ പണികഴിപ്പിച്ച 108 പ്രധാന ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കപ്പെടുന്നവരുമുണ്ട്. വീരകേരളവർമ്മ തമ്പുരാൻ തന്നെയായിരുന്നു രാമനാട്ടം എന്ന കലയും ആവിഷ്കരിച്ചത്. ഇതേ രാമനാട്ടം തന്നെയാണ് പിൽക്കാലത്ത് കഥകളി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ചുരുക്കത്തിൽ കാശി വിശ്വനാഥന്റെ അനുഗ്രഹത്താൽ നിർമ്മിക്കപ്പെട്ട ഭക്തിയും കലയും ഒത്തുചേരുന്ന ഒരു പുണ്യസങ്കേതമാണ് കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്കര ശ്രീ മഹാദേവ ക്ഷേത്രം.